ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 2 ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 2020 പാസ് ഔട്ടാണ്. അന്ന് തുടങ്ങി ഒരു 2 വർഷത്തോളം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ചായിരുന്നു. പിന്നെ എന്നാലും വീട്ടിൽ നിന്ന് പഠിക്കാൻ പറയാലോ, നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു PSC എക്സാമിന് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി വഴിയാണ് ഞാനിങ്ങനെ പോളിമാത്തിനെ പറ്റി അറിഞ്ഞത്. അവൾ ഭയങ്കര കോൺഫിഡൻസോടെയാണ് പോളിമാതിനെ പറ്റിയും ഷിന്ദു സാറിനെ പറ്റിയും പറഞ്ഞത്. അപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചാലക്കുടി സെൻറ്ററിൽ പോയി ജോയിൻ ചെയ്തു. ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ജിത മിസ്സും വിദ്യൻ സാറൊക്കെയാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അപ്പം എൻ്റെ ഓൾറെഡി കുറച്ച് നോട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ ഈ നോട്ട്സൊക്കെ ആഡ് ചെയ്തു, പോയിന്റ്സ് ആഡ് ചെയ്തു. അങ്ങനെ ഒരുവിധം ക്ലാസ്സുകളൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ റിവിഷൻ ബാച്ചിലേക്ക് മാറി. റിവിഷൻ ബാച്ചിലിരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്ത് പഠിച്ചു. അവിടെ കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ടെക്സ്റ്റുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അതൊക്കെ ആൻസർ ചെയ്തു. അതിൽ നിന്ന് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു. ഹോളിമാതയുടെ 3 റാങ്ക് ഫെയിലാണുള്ളത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാം കവേർഡാണ്. പിന്നെ ഓൺലൈനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുകൾ വെളുപ്പിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ വൈകിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യം പോലെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ പോയിന്റ്സ് ആഡ് ചെയ്തെടുത്തു. പിന്നെ എക്സാമുകളൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഡേറ്റ് വന്നു കഴിയുമ്പോൾ സാറൊരു പ്ലാൻ ഉണ്ടാക്കും. അതിനനുസരിച്ച് ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് സാറ് പഠിക്കാൻ പറയും. അത് പഠിക്കും. പിന്നെ അതിൻ്റെ എക്സാമുകൾ ഉണ്ടാവും. അങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ ഭയങ്കര എഫക്റ്റീവാണ്. സാറിങ്ങനെ മീറ്റിംഗ് ഒക്കെ വെക്കുന്നത് ഞായറാഴ്ചകളിലാണ് മീറ്റിംഗ് വെക്കുക. അപ്പം അതിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ സാറിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ പഠിക്കാണ്ടൊക്കെയാണ് ഇരിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കുറ്റബോധമൊക്കെ തോന്നും. നമുക്ക് പിന്നെ നന്നായിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ലിസ്റ്റുകളിലൊക്കെ കയറി തുടങ്ങി. ഇപ്പോൾ ഞാനൊരു 10-15 ലിസ്റ്റിൽ മൊത്തം ഉണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഓവർസിയർ ഗ്രേഡ് 3, ഗ്രേഡ് 2, സബ് എഞ്ചിനീയർ, ട്രേഡ്സ്മാൻ, അങ്ങനെ കുറേ ലിസ്റ്റുകളിലാണുള്ളത്. സാറ് പറയണ പോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ജോലി, നമ്മുടെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എന്തായാലും പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് നമ്മളെല്ലാവരും ഭയങ്കര ലക്കി ഉള്ളവരാണ്. നമുക്ക് വളരെയധികം എക്സാമുകൾ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് കയറി പറ്റാവുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് എയിം ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഇപ്പം ബിടെക്കുകാർ AE എക്സാമിൽ തന്നെ എയിം ചെയ്യണം. AE ആയിട്ട് തന്നെ കയറണം. പിന്നീട് പഠിച്ച് കയറാമെന്ന് വിചാരിച്ചാൽ അത് ഒട്ടും എളുപ്പമായിരിക്കില്ല. ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം വെച്ചുകൊണ്ട് പഠിക്കുന്നവരായ എല്ലാവർക്കും നല്ലൊരു ജോലിയിലേക്ക് കയറി പറ്റാൻ സാധിക്കട്ടെ.